തുടരും സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗുണ്ട്, എന്താ താടി യാർക്കട പ്രശ്നേ. ഇത്തരത്തിൽ ചില ബിസിനസ്സുകാർ ചോദിക്കാറുണ്ട്, എൻ്റെ മകളുടെ പേര് ഞാൻ എൻ്റെ ബിസിനസ്സിനിടുന്നു, അതിൽ ആർക്കാണ് പ്രശ്നം, യാർക്കട പ്രശ്നേ. പ്രശ്നമുണ്ട് സാർ. കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ ഒരു ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ്. ചെറിയ ബിസിനസ്സാണ്, പക്ഷേ ട്രേഡ് മാർക്ക് എല്ലാം എടുത്ത് പ്രൊട്ടക്ട് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് ബിസിനസ് ആരംഭിക്കുക എന്നുള്ളൊരു പദ്ധതിയാണ്. അപ്പം ട്രേഡ് മാർക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടുന്ന് പറഞ്ഞു കൊടുത്തു, അതിന് ഫീസ് മറ്റു കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, അവർക്കെല്ലാം ഓക്കെയാണ്. സോ നമ്മൾ എമൗണ്ട് വാങ്ങുന്നതിന് മുമ്പ് അവരുടെ പേര് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അവർക്ക് അതിൻ്റെ ഒരു റിസൾട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം അവരൊരിക്കലും പ്രശ്നത്തിൽ പിന്നീട് വന്ന് ചെന്ന് ചാടരുത്. അപ്പം അതിൻ്റെ ഒരു കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത, പ്രോബിലിറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു 80% ഒക്കെ നമുക്ക് അഷുറൻസ് പറയാൻ കഴിയത്തുള്ളൂ, എപ്പോഴും 20% റിസ്ക് ഉണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം. അപ്പം അങ്ങനെ അവരുടെ പേര് ചെക്ക് ചെയ്തു. പേര് ചെക്ക് ചെയ്തപ്പം ആ പേരിൽ സെയിം ക്ലാസ്സിൽ തന്നെ ഒരു ബ്രാൻഡ് ഓൾറെഡി രജിസ്റ്റേർഡായി കിടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടത്തില്ല. ഇത് അവരെ ഇൻഫോം ചെയ്തു. അപ്പം ഇൻഫോം ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, സർ ഇതിൻ്റെ മകളുടെ പേരാണ്, അപ്പോൾ ഇത് ഞങ്ങൾ ഭയങ്കര ആഗ്രഹിച്ചിട്ട പേരാണ്, അപ്പോൾ ഇത് മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സർ. നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട്, ഉദാഹരണത്തിന് പേരിനോടൊപ്പം ഒരു എസ് ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് അമ്മു എന്നാണ് പേരുന്നുണ്ടെങ്കിൽ അമ്മോടൊപ്പം ഒരു എസ്, അമ്മൂസ്. പൊന്നു ആണെന്നുണ്ടെങ്കിൽ പൊന്നൂസ്. കിട്ടുമോ? അമ്മു എന്നുള്ളത് ആൾറെഡി രജിസ്റ്റേർഡ് ആണ്, അപ്പോൾ നമ്മളിവിടെ അമ്മൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടത്തില്ല, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാലും പിന്നീട് ഭയങ്കര വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടും, അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ അപ്ലൈ ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് അത് ആ പേര് ഇടാതെ പറ്റത്തില്ല, കാരണം അത് അത്രത്തോളം ആഗ്രഹിച്ച് ഇട്ടിട്ടുള്ളൊരു പേരാണ്. സ്വന്തം മകളുടെ പേര് മാറ്റാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ ഇതാണ് പ്രശ്നം. നമ്മൾ പലപ്പോഴും ബിസിനസ്സിനകത്ത് ഇമോഷണലി, വൈകാരികമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണും. ഇമോഷണലി പേരിടും, ഇമോഷണലി ബിസിനസ്സിൻ്റെ ലോഗോ ഡെവലപ്പ് ചെയ്യും, ഇമോഷണലി അതിൻ്റെ പാക്കിംഗ് ചെയ്യും. ഇമോഷണലി അല്ല അവിടെ ചെയ്യേണ്ടത്. നമ്മൾ ഇമോഷണലി ചെയ്ത് കഴിഞ്ഞുള്ളൊരു പ്രശ്നം അവിടെ ലീഗാലിറ്റി മറക്കും, നിയമം മറക്കും. ഇനീഷ്യലി ഇമോഷണലി നമ്മൾ ബിസിനസ് അങ്ങ് ആരംഭിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് അവിടെ നിയമം അങ്ങ് ചാടി വീഴും. ആ സമയത്ത് നമുക്ക് ഒന്നും ഈ ഇമോഷണലി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇമോഷൻ വെച്ചുകൊണ്ട് ഒരിക്കലും ഈ നിയമത്തെ നമുക്ക് തോൽപ്പിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പം എപ്പോഴും പലർക്കും പറ്റുന്നൊരു പ്രശ്നമാണ്. ഇതിപ്പോൾ ഈ വീട്ടമ്മയുടെ പ്രശ്നം മാത്രമല്ല, ഇതിനൊക്കെ മുമ്പ് ഒരുപാട് കോൾസ് ഇത്തരത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ പറഞ്ഞ് അഡ്വൈസ് ചെയ്ത് വിട്ടിട്ടുമുണ്ട്. അവർ പിന്നീട് ബിസിനസ് ആരംഭിച്ചോളൂ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ചിലരാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചിലർ അതേ പേര് മറ്റൊരു കൺസൾട്ടൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അപ്ലൈ ചെയ്തു. അത് പിന്നീട് പ്രശ്നത്തിലായിട്ട് അതിനുശേഷം എന്നെ വീണ്ടും മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പം ഒരു സിനാരിയോ ഞാൻ പറയാം. ഇത്തരത്തിൽ ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേര്, അത് നിങ്ങളുടെ മകളുടെ പേരായിപ്പോയി, അത് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിൽ എന്തെങ്കിലും ഒരു സ്പെല്ലിങ്ങിൽ മാറ്റം വരുത്തി അപ്ലൈ ചെയ്യുമെന്ന് വിചാരിക്കുക. സംഭവിക്കാൻ പോകുന്നത്, 2 കളിപ്പിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തു എന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞിട്ട്. സംഭവിക്കാൻ പോകുന്ന കേസ് ഒന്നിതാണ്, നിങ്ങൾ ബിസിനസ്, ഒരുപക്ഷെ നിങ്ങൾ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും. അപ്പം ചെറിയ രീതിയിലല്ലേ, ഇതൊക്കെ ആര് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമീഡിയറ്റ്ലി TM യൂസ് ചെയ്യാം. നിങ്ങൾ TM യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് എല്ലാം സെല് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒബ്ജക്ഷൻ വരുന്നു. ഓക്കെ, ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒബ്ജക്ഷൻ റിപ്ലൈ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. വിത്തിൻ 1 മന്ത് അതിനുള്ള ഫീസ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും കൺസൾട്ടൻറ്റിന്. അങ്ങനെ നിങ്ങൾ അതിനുള്ള ഒബ്ജക്ഷനിൽ റിപ്ലൈ ഫയൽ ചെയ്യുന്നു. റിപ്ലൈ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഇങ്ങനത്തെ പേരായതുകൊണ്ട് തന്നെ ഹിയറിങ്ങിന് വിളിപ്പിക്കും. ഹിയറിങ്ങിന് നമ്മൾ അപ്പിയർ ചെയ്യുന്നു, ഹിയറിംഗ് ഫീസ് ഉണ്ടാവും. സോ ഹിയറിങ്ങിന് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആ പേര് കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലാവും, അല്ലെങ്കിൽ കിട്ടാം. ചില സാഹചര്യങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പം ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ചില കേസസിൽ ചില പരിപാടികൾ ചെയ്തിട്ട് അതിനുള്ള ഹിയറിങ്ങിൽ അപ്പിയർ ചെയ്തിട്ട് ആ പേര് വാങ്ങി കൊടുക്കാറുണ്ട്. പക്ഷേ അത്തരത്തിൽ വാങ്ങി കൊടുത്തു കഴിഞ്ഞാലും അടുത്ത സ്റ്റേജിലാണ് പ്രശ്നം വരുന്നത്. ഇതിൻ്റെ ഒപ്പോസിഷൻ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാസം ഈ പേര് ജേർണലിൽ പബ്ലിഷ് ചെയ്യും. ഈ 4 മാസം തേർഡ് പാർട്ടിക്ക്, മറ്റൊരു വ്യക്തിക്ക് ഒപ്പോസിഷൻ ഫയൽ ചെയ്യാനുള്ള സമയമാണ്. അത്തരത്തിൽ മറ്റേ ടീം, അമ്മു എന്ന് പറയുന്ന ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതൊരു സാങ്കല്പികമാണ് കേട്ടോ, അത്തരത്തിൽ അപ്ലൈ ചെയ്തിട്ടുള്ള, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഒപ്പോസിഷൻ ഫയൽ ചെയ്യണം. നമ്മൾ അതിന് കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഫയൽ ചെയ്യുന്നു, അതിനുള്ള എക്സ്പെൻസ്, അത് കഴിഞ്ഞാൽ അവർ എവിഡൻസ് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് അതിനുള്ള മറുപടി എവിഡൻസ്, നമ്മുടേതായിട്ടുള്ള എവിഡൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവർ വീണ്ടും അതിനുള്ള മറുപടി ഫയൽ ചെയ്യുന്നു. ഇത്തരത്തിൽ ലീഗൽ ബാറ്റിൽസിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ എത്ര ലീഗൽ ബാറ്റിലൂടെ പോയി കഴിഞ്ഞാലും ആ പേര് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇത് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് ആ പേര് യൂസ് ചെയ്യുന്നു? കിട്ടാൻ ഒട്ടും സാധ്യതയില്ല എന്ന് നിങ്ങളുടെ കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ എന്തിന് വാശി പിടിച്ചിട്ട് ആ പേര് അപ്ലൈ ചെയ്യുന്നു?
നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി റിസ്ക് എടുക്കാൻ 100% ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേര് വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകാം. പക്ഷേ ഈ ചെറിയ രീതിയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് പിന്നീടൊക്കെ പേര് മാറ്റുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ചെറിയ രീതിയിലായിരിക്കും ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ബിസിനസ്സൊക്കെ അത്യാവശ്യം വളരെ വലുതായി പോയി അത് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പേര് മാറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അല്ലേ. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, എല്ലാവരുടെയും ചേഞ്ച് ചെയ്യണം. മാത്രമല്ല ഇതിൻ്റെ ലീഗൽ കോംപ്ലിക്കേഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വൈകാരികമായിട്ടല്ല ബിസിനസ്സിനെ നോക്കിക്കാണേണ്ടത്. ഇതിനകത്ത് 2 കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഏതൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പും. ഒന്ന്, ഇത് മാർക്കറ്റ് ഫീസിബിൾ ആണോ, ഇതൊരു ഫീസിബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് ഐഡിയ ആണോ എന്ന് നോക്കുക. രണ്ടാമത്തേത് ലീഗാലിറ്റി, നിയമം. അതിൽ പ്രത്യേകിച്ച് ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് പോലുള്ള നിയമങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുന്നുണ്ടോ, അത് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഈ 2 കാര്യങ്ങൾ നോക്കുക. അതിനുശേഷം നിങ്ങൾ വൈകാരികമായിട്ട് ഇതിനെ നോക്കിക്കണ്ടാൽ മതി. ആദ്യം ഈ ഇമോഷനെ വെച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാനം കുഴിയിൽ ചാടരുത്. എന്തെങ്കിലും ഒരു നോട്ടീസ്, ലീഗൽ നോട്ടീസ് വരുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഈ ഇമോഷനൊക്കെ അങ്ങ് വിട്ടുപോകുന്നത്. അന്ന് എന്തൊരു പൊട്ട ബുദ്ധിക്കാണ് ഞാൻ ഈ പരിപാടി ചെയ്ത് എന്നുള്ളൊരു റിഗ്രറ്റ് നിങ്ങൾക്കപ്പോൾ വരുന്നത്. സോ ഇതെപ്പോഴും ശ്രദ്ധിക്കുക. ചിലരൊക്കെ വാദിക്കാൻ വരാറുണ്ട്. അപ്പം ഒരു പേര് കിട്ടാൻ സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ കിട്ടാൻ സാധ്യത വളരെ കുറവ്? ഈ പേരിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ കിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഡസ്ട്രീസിനോട് നമുക്ക് വാലറ്റത്ത് ആഡ് ചെയ്യാം, അപ്പോൾ ഡിഫറൻ്റ് ആയില്ലേ. അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സ് ആഡ് ചെയ്യാം, ഡിഫറൻ്റ് ആയില്ലേ. നോക്കൂ, ഈസ്റ്റേൺ എന്ന് പറയുന്ന പേര് രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഈസ്റ്റേൺ ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന പേരിന് അപ്ലൈ ചെയ്തിട്ട് അത് മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈസ്റ്റേണും ഈസ്റ്റേൺ ഫുഡ് പ്രൊഡക്ട്സും വലിയ വ്യത്യാസമുണ്ടോ? ഇത് ബേസിക്കായിട്ടുള്ള ലോജിക്കാണ്. അപ്പം എപ്പോഴും ആസ് എ ട്രേഡ് മാർക്ക് ഏജൻറ്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പേര് ഡിസ്റ്റിങ്ക്റ്റ് ആക്കുക, വളരെ യുണീക്ക് ആക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലീഗൽ ബാറ്റിൽസിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിനുള്ള സമയം ഒരുപാട് എടുക്കും. ഈ ലീഗൽ ബാറ്റിൽസ്, അതായത് ഒബ്ജെക്ഷൻസും ഹിയറിങ്ങും ഒപ്പോസിഷൻസും ഒക്കെ സാധാരണയാണ്. പക്ഷേ എപ്പോഴും കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ കൺസൾട്ടൻറ്റ്, ട്രേഡ് മാർക്ക് ഏജൻറ്റ് പറയുന്നു ഈ പേരിന് ഈ റിസ്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. അത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. റൈറ്റ്. സോ മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.